നടന്നുകൊണ്ടേയിരിക്കണേ, നിൽക്കരുത്. അയ്യോ, ഇവിടെ വവ്വാല് ഗേസ്, ഇവിടെ നല്ലതുപോലെ വവ്വാലുണ്ട് കേട്ടോ. നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ പോകാൻ പോകുന്നത് ഈ പാറയുടെ അടിയിലേക്ക്, അകത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ആ റോഡ് കാണാൻ സാധിക്കും. ഇതേ വണ്ടിയൊക്കെ വരുന്നു. അതിൻ്റെ താഴെ നിന്നുമാണ് നമ്മുടെ തുരങ്കം തുടങ്ങുന്നത്. അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ അകത്തോടെ വന്ന് നമ്മളിതേ ഇതിൻ്റെ നേരെ താഴെ വന്ന് നിൽക്കും. എങ്ങനെയുണ്ടാവും? സെറ്റല്ലേ? ഹായ്, നമസ്കാരം. അങ്ങനെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് പതിവിലും വ്യത്യസ്തമായ ചരിത്രമുറങ്ങുന്ന വഴികളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടിയിൽ നിന്ന് നമ്മുടെ രാജാക്കാട് രാജകുമാരി പോണ റൂട്ട്, അതായത് കല്ലാർകുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ തോട്ടാപ്പുര എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. പേരിൽ തന്നെ പുതുമയില്ലെന്ന് നോക്കി. പുതുമ പോലെ തന്നെ ആ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്ര വഴികളിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ പവർ ഹൗസും ഡാമൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ പാറയൊക്കെ പൊട്ടിക്കുന്നതിന് വേണ്ട മരുന്നുകളും അതുപോലെ തന്നെ അനുബന്ധ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം ആവശ്യമായിരുന്നു. ആ സമയത്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഈ തോട്ടാപ്പുര ആ ഒരു സ്ഥലത്ത് ഒരു തുരങ്കം ഉണ്ടായി. അപ്പോൾ നമുക്ക് എത്ര മീറ്റർ ഉള്ളിലേക്ക് ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 2 റൂമുകളുണ്ട്. ഒരു ചെറിയ റൂമും ഒരു വലിയ റൂമും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ശ്വാസം കിട്ടുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ പോയിട്ടില്ല, ഫസ്റ്റ് പോകാൻ പോവുകയാണ്. ഉള്ളിലേക്ക് കയറുമ്പം നല്ല ഇരുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മൾ പന്തമൊക്കെ കത്തിച്ച് നമ്മൾ ആ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പനംകുട്ടി ചപ്പാത്തിൻ്റെ അരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ കൂടെ ആദർശമുണ്ട്. ഞങ്ങൾ നല്ലപോലെ വെയിലൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് ഒരല്പം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ തണലത്ത് മരത്തിൻ്റെ ചൂട്ടി വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഷ്വൽ, അതായത് നമ്മുടെ ചപ്പാത്തിയിലെ കുറച്ച് വിഷ്വലൊന്ന് ആസ്വദിക്കാം. അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ തോട്ടാപ്പുരയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇവിടെ വലിയ സിറ്റിയൊന്നുമല്ല. ഇവിടെ നമുക്കൊരു 3-4 കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്ലാർകുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കാട് രാജകുമാരി പൂപ്പാറ റൂട്ടാട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്താണ് നമ്മുടെ ജിലു മച്ചാനും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പണ്ട് വരെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മുടെ ജിലു മച്ചാനാണ് നമുക്ക് തോട്ടാപ്പുരയെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് കേട്ടോ. അതിനുശേഷം നമുക്ക് വ്ലോഗ് ചെയ്യണം, ഇതൊന്ന് 10 ആളുകളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നമ്മുടെ ജിലു മച്ചാനാണ്. അപ്പോൾ ജിലു മച്ചാനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പുറകിലായിട്ട് ആ ഒരു കരയുടെ മുകളിലായിട്ട് വലിയൊരു പാറ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യമേ ആ ഒരു പാറയുടെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ താഴെ കാണുന്ന റൂട്ടാണ് രാജാക്കാട് റൂട്ട്. അപ്പം നമ്മൾ ആ റോഡിനോട് മുകളിലായിട്ട് നമുക്ക് വലിയൊരു പാറ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഈ പാറയുടെ അടിയിലേക്ക്, അതായത് അകത്തേക്ക് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തോട്ടാപ്പുര വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ആ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കൊണ്ടുപോയി നമ്മുടെ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അലിഫ് ഷാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂടെയാണ് നമ്മൾ ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നത് കേട്ടോ. നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ പോകാൻ പോകുന്നത് ഈ പാറയുടെ അടിയിലേക്ക്, അകത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ആ റോഡ് കാണാൻ സാധിക്കും. ഇതേ വണ്ടിയൊക്കെ വരുന്നു. അതിൻ്റെ താഴെ നിന്നുമാണ് നമ്മുടെ തുരങ്കം തുടങ്ങുന്നത്. അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ അകത്തോടെ വന്ന് നമ്മളിതേ ഇതിൻ്റെ നേരെ താഴെ വന്ന് നിൽക്കും. എങ്ങനെയുണ്ടാവും? സെറ്റല്ലേ? അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ അലിഫ് ഷായുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന വെച്ചാൽ തുരങ്കത്തിൻ്റെ അകത്ത് ഫുള്ള് ഇരുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വെളിച്ചം കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് നമ്മൾ അത്യാവശ്യം എമർജൻസി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു 2-3 പന്തൊക്കെ ആയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അലിഫ് ഷായുടെ വീട്ടിൽ പോയി പന്തം ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ അലിഫ് ഷായുടെ വീട്ടിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സ്റ്റെപ്പ് ഉണ്ടാ? 101 സ്റ്റെപ്പ്. അടിപൊളി.
നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പന്തം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അലീഷ പാക്കത്തേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കമ്പ് കെട്ടാൻ വേണ്ടി. ഇത് അനിയനാണോ? പേരെന്താണ്? അസ്ലം. ഓക്കെ, അസ്ലം അവിടെ ഗെയിമൊക്കെ കളിച്ചിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ പുതിയൊരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പേരെന്തായിരുന്നു? റിസ്വാൻ. അപ്പം നമ്മുടെ അലീഷ അവിടെ പന്തമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട് അല്ലേ? അതിന് തകർക്കാൻ കൂടെ അതന്നെ നമുക്ക് പൊളിക്കും കൂടെ. അപ്പോൾ അലീഷ അവിടെ പന്തം ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തകർക്കാൻ അങ്ങോട്ട് കെട്ടങ്ങോട്ട് വലിച്ചു മുറുക്കങ്ങോട്ട് അല്ല പിന്നെ. പന്തം നമ്മൾ ജസ്റ്റ് കരുതിയിരുന്നു. പക്ഷേ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞാൽ പന്തം കത്തിച്ച് നമ്മുടെ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിറച്ച് പുക നിറഞ്ഞതിന് ശേഷം ആ പുക അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ സമയമെടുക്കും, അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ പന്തം തൽക്കാലം നമ്മൾ ഒഴിവാക്കുവാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു റോഡിൻ്റെ താഴെയാണ് തുരങ്കം കാണുന്നത്. ആ തുരങ്കത്തിലൂടെ കയറി ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ തുരങ്കത്തിൻ്റെ കവാടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ലൈറ്റ് കുറവായിരിക്കാം. അപ്പോൾ അവരെല്ലാം നമ്മുടെ തുരങ്കത്തിലേക്ക് കയറാൻ വേണ്ടി തയ്യാറായിട്ട് റെഡി ആയിട്ട് ലൈറ്റൊക്കെ തെളിച്ചിരിപ്പുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു അല്പം ഭയം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പാമ്പുകളും അതുപോലെ തന്നെ വവ്വാലൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം നമുക്ക് ശ്വാസം കിട്ടുമോ നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. പിന്നെ ഉള്ളിൽ അടിയിൽ നമുക്ക് വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിറച്ച് വെള്ളമാണ്. അപ്പം പാമ്പ് അതുപോലെ തന്നെ വവ്വാലും കൂട്ടങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും ഒരു അല്പം ഭയം നമുക്ക് ഉള്ളിലുണ്ട്. എന്നാലും നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്തതേ പറ്റൂ. അപ്പം ജിലു മുമ്പിൽ പോയിട്ടുണ്ട്. അപ്പം ആദർശ് പുറകെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് മുട്ടൊപ്പം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് കയറിയിട്ട് കേട്ടോ, സൂക്ഷിക്കണേ. നിങ്ങളോട് നിന്നോട്ടോ, വരുവാ. ഒരുമിച്ചോ ലൈറ്റ് വെച്ചിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ഗുഹയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കമ്പി കൊണ്ട് ചെറിയ കൊളുത്ത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കയറി വരുന്നവർക്ക് നമുക്ക് വെട്ടത്തിന് വേണ്ടി അതായത് വിളക്കൊക്കെ തൂക്കിയിടുന്നതിന് വേണ്ടി കമ്പിയും കൊണ്ട് ഓരോ കൊളുത്ത് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോണ വഴിക്കെല്ലാം ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോണ വഴിക്കെല്ലാം നമുക്ക് ആ കൊളുത്ത് കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് ചെറിയൊരു വെട്ടം കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് നമ്മൾ നടന്നത് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, പാതി വഴിക്കാണ് നമ്മൾ. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിൻ്റെ ഒരു ചാല് നിർമ്മിച്ചേക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. ചെറിയ ഓവ് ചാല് നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ള് കോൺക്രീറ്റ് ആണ്. ഇതെല്ലാം കോൺക്രീറ്റിൽ നിർമ്മിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു വവ്വാലിനെ കണ്ടു. എന്നാലും വവ്വാലിൻ്റെ വലിയ കൂട്ടം ഭാഗ്യം കൊണ്ട് നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കൊരു സമാധാനമുണ്ട്. എന്നാലും നമുക്ക് ഇതിനകത്ത് വവ്വാലുണ്ട് എന്ന് മനസ്സിലായി. ഇപ്പം വെട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വവ്വാൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതിനകത്ത് അവിടെ തൊട്ട് നമുക്ക് മനസ്സിലായല്ലോ, ഫുള്ള് നമ്മളിപ്പം വലിയൊരു തുരങ്കത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എയർ സർക്കുലേഷൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മളിനി
അപ്പം ഇപ്പം എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ചെറിയ ഒരു റൂം. അതായത് ഈ തുരങ്കത്തിൽ 2 റൂമുണ്ട്. അതിൽ ചെറിയ റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു കവാടം കാണാൻ സാധിക്കും. ഇവിടെ നേരത്തെ ചെറിയൊരു ഡോർ ഉണ്ടായിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു വാതിൽ ഉണ്ടായിരുന്നതാണ്, അത് പൊളിഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് അല്ലേ? ആ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മളൊക്കെ കോൺക്രീറ്റിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തുരങ്കത്തിലെ ആ ചെറിയ റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം ചെറിയൊരു ഭയം ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ ഇവിടെയും വവ്വാലിൻ്റെ ഇവിടെ വവ്വാല് ഗേസ്, ഇവിടെ നല്ലതുപോലെ വവ്വാലുണ്ട് കേട്ടോ. പണിയുണ്ടോ ഗേസ്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയ ഒരു റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അടുത്ത് നമുക്ക് വവ്വാലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പം ഈ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ ഫുള്ള് റൗണ്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളെ കണ്ട് പേടിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇവിടെ ചെറിയൊരു ഉറവയൊക്കെ കാണുന്നുണ്ട്. അപ്പം മേടുന്ന പാറയിൽ നിന്ന് വരുന്നതായിരിക്കും അല്ലേ? ഓക്കെ, ഉറവ കാണുന്നുണ്ട്. അതുപോലെ ഈ റൂമിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കുറേ വവ്വാലുകളെ കാണാൻ സാധിച്ചിട്ടോ. ഈ ഒരു റൂം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ആ കാലത്ത്, അതായത് നമ്മുടെ പവർ ഹൗസും അതുപോലെ ഡാമൊക്കെ പണിയുന്ന കാലത്ത് നമ്മുടെ പാറ പൊട്ടിക്കുന്നതിന് വേണ്ട നമ്മുടെ വെടിമരുന്നും അനുബന്ധ ഉപകരണങ്ങളെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു റൂം നിർമ്മിച്ചിരുന്നത് കേട്ടോ. ഇതിപ്പോ നല്ല നീട്ടുണ്ട് കേട്ടോ. പാറയുടെ അപ്പുറം വരെ പോകുന്നത്, നമ്മൾ ഇറങ്ങുന്ന സ്റ്റെപ്പില്ലേ അവിടെ വരെ ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ റൂമിൽ നിന്നും വലിയ റൂമിലേക്ക് പ്രവേശിച്ചു. ഇതും അതുപോലെ തന്നെ വെടിമരുന്നും കാര്യങ്ങളും സൂക്ഷിച്ചിരുന്ന സ്ഥലമാണല്ലേ? ലൈറ്റ് തൂക്കുന്നതിന് വേണ്ടി ചെറിയ സ്റ്റാൻഡുകൾ നിർമ്മിച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 സൈഡുകളിലായിട്ടും ഉണ്ട് കേട്ടോ. ഇത് നല്ല, ഇപ്പോൾ ഈ റൂമിൻ്റെ വലിപ്പം ഞാൻ നിങ്ങളെ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല വലിപ്പമുണ്ട്. ഇവിടെ വവ്വാലിൻ്റെ ശല്യം എന്നാലും ഇവിടെ ഇല്ല, എന്നാലും മേളിലുണ്ടെന്ന് തോന്നുന്നില്ലേ? ഓക്കെ കേസ്, ഇതേ മേളിലെല്ലാം വവ്വാലുകൾ തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വവ്വാലുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വീഡിയോ കവർ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നല്ല വിസ്താരത്തിലാണ് നമ്മളിവിടുത്തെ ഗുഹയുള്ളത്. നല്ല ഏരിയയിലുണ്ട്. എയർ സർക്കുലേഷൻ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. നമ്മുടെ മുകളിലേക്ക് നോക്കുമ്പോഴെല്ലാം നമ്മുടെ വവ്വാലുകൾ ഒരുപാട് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ലൈറ്റ് കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളനക്കം ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, എല്ലാം പതുക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമുക്കിപ്പം ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ ഈ ലൈറ്റിന് പരിമിതികളായി പോയി. കാരണം ഈ ലൈറ്റും കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഏരിയ ക്യാമറയിലേക്ക് പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നല്ല ഏരിയയിലാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തുരങ്കത്തിലെ വലിയ റൂമിലെ കാഴ്ച. നമ്മുടെ ഇവിടുത്തെ ആളുകളെല്ലാം, നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് എല്ലാം നമ്മൾ നല്ലപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ തിരിയുവാണ്, ഗുഹയുടെ ഉള്ളിൽ പുറത്തേക്ക് പോവുകയാണ്. നടന്നുകൊണ്ടിരിക്കണേ, നിൽക്കരുത് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ കാണാം. വവ്വാലും ഇഷ്ടം പോലെയുണ്ട്. വീടല്ലേ?
ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതും ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇവിടെയുള്ള ആളുകൾ ഇതൊരു ഭാവിയിലേക്ക് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വളർന്നു വരാൻ ആത്മാർത്ഥമായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രാമം മൊത്തം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ നാടിന് ഒരുപാട് പ്രയോജനങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പം മേളത്തെ മെയിൻ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ മൂന്നാർ ആളുകളെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം ഇടുക്കിക്ക് പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ ഈ മുകളിൽ കണ്ടത്. അപ്പം ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട ആളുകളുണ്ടെങ്കിൽ തോട്ടാപുരം എന്നാണ് ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വന്ന് ഇതൊന്ന് വിസിറ്റ് ചെയ്യാതെ പോകരുത്. ഓക്കെ, ഇതുപോലുള്ള പുതുപുത്തൻ കാഴ്ചകളും പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ, ടാറ്റാ.